ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെയും വർഷയെയും ടെൻറ്റിൽ നിന്ന് കാണുന്ന സമയത്ത് എല്ലാവരും തന്നെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് വർഷയാണെങ്കിൽ ചമ്മി നാറി നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ രവി എല്ലാവരുമായിട്ട് ഹാളിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ടെൻറ്റ് കെട്ടി അതിനുള്ള താമസത്തിൻ്റെ പേരിൽ ശ്രുതിയും നമ്മുടെ ചന്ദ്രയടക്കം എല്ലാവരും തന്നെ വർഷയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് ടെൻറ്റ് കെട്ടിയത്? ഇതൊക്കെ വല്ല നാട്ടുകാരും കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും എന്ന് ചോദിക്കുമ്പോഴേ വർഷ പറയുകയാണ്, നാട്ടുകാർ വരുന്നത് നമ്മളെന്തിനാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വർഷയുടെ തിരിച്ചുള്ള മറുപടി ചന്ദ്ര അടക്കം ആർക്കും തന്നെ തീരെ പിടിക്കുന്നില്ല. എല്ലാവരും മുഖഭാവം വേഗം മാറുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത്, വർഷ നീ മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ രവി വീണ്ടും വർഷയോടായിട്ട് പറയുന്നത്, മോളെ വർഷ എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഒരു റൂം കിട്ടിയത്. അപ്പോൾ ആ ഒരു റൂമിൽ തന്നെ നിങ്ങൾ കടന്നാൽ പോരെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ടെൻറ്റ് കെട്ടി താമസിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഇന്നലെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ റൂം പൂട്ടി പോയ സമയത്ത് ഞങ്ങൾ പർച്ചേസിന് പോയ സമയത്ത് മേടിച്ചാണ് ഈ ഒരു ടെൻറ്റ്. അപ്പോൾ ഈ ഒരു ടെൻറ്റ് മേടിച്ചപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ നിന്ന് കടക്കണമെന്ന്. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആശിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുത്തിരിക്കും എന്നൊക്കെ വർഷ ഇങ്ങനെ പറയുകയാണ്. എന്നാൽ വർഷയുടെ പെരുമാറ്റം ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം രവി സ്വന്തമായിട്ട് റൂമുള്ള സ്ഥിതിക്ക് ഇനി ടെൻറ്റ് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നിട്ട് താക്കീത് പോലെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. രവി പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ ശ്രുതിയും രേവതിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ വർഷ ടെൻറ്റ് അയച്ച് മാറ്റിയിട്ട് ഞാനിപ്പോൾ വരാം ശ്രീകാന്ത് എന്നും പറഞ്ഞുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത് പോകാനൊരുങ്ങുന്ന സമയത്ത് ചന്ദ്ര വേഗം പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, എന്ത് സ്വഭാവമാണ് നിന്റെ ഭാര്യയുടേത്? ചില നേരത്തെ സ്വഭാവം ആർക്കും തന്നെ പിടിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി മേലിൽ ഇങ്ങനെ ഒന്ന് ആവർത്തിക്കരുതെന്ന് പറയണം. അച്ഛൻ്റെ സ്വഭാവം നീ കണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ചെറിയ രീതിയിൽ ശകാരിക്കുന്ന പോലെയാണ് ചന്ദ്ര സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മഹിമയും മധുസൂദനെയാണ്. മഹിമയാണെങ്കിൽ മകൾ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ഇതിനെ വിളിച്ചിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ പറയുന്ന സമയത്ത് മധുസൂദനാണ് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം മഹിമ വർഷയെ വിളിക്കുന്ന സമയത്ത് വർഷ ടെൻറ്റ് അയച്ച് കെട്ടാനായിട്ട് ടെറസിൻ്റെ മുകളിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഇന്നലെ രാത്രി ടെൻറ്റിലാണ് ഞാൻ ശ്രീകാന്തും കടന്നുറങ്ങിയത്, ഇങ്ങനെ മുറി പൂട്ടി ശ്രീകാന്തിൻ്റെ ചേട്ടൻ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ മഹിമയോടായിട്ട് വർഷ പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ റൂം തങ്ങൾക്ക് നൽകി എൻ്റെ ഇഷ്ടത്തിനാണ് ശ്രീകാന്തും ഞാനും ടെൻറ്റിൽ കടന്നത് എന്നുള്ള കാര്യം വർഷ പറയുന്നതിന് മുന്നേ തന്നെ മഹിമ, നീ ശ്രീകാന്ത് ഇന്നലെ ടെറസിൻ്റെ മുകളിലാണ് താമസിച്ചത്, നിങ്ങൾക്ക് എന്താ അവിടെ റൂമൊന്നും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വർഷയോട് തിരിച്ച് ഇങ്ങോട്ടൊന്നും പറയാനായിട്ട് മഹിമ സമ്മതിക്കുന്നില്ല. അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ്. വർഷയാണെങ്കിലോ, അമ്മ കോഡ് കട്ട് ചെയ്തു, ഇനി വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ടെൻറ്റ് മടക്കി വെക്കുകയും ചെയ്തിട്ട്. എന്നാൽ മഹിമയാണെങ്കിൽ ഇതൊരു വലിയ സംഭവമാക്കുകയാണ്. മഹിമ നേരെ മധുസൂദൻ്റെ അടുത്ത് എന്നിട്ട് നമ്മുടെ മോളിൽ നിന്നിട്ട് ടെറസിൻ്റെ മോളാണ് കടന്നിറങ്ങിയതെന്നൊക്കെ രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും മധുസൂദനൻ പറയുന്നുണ്ട്, അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, അവൾ എങ്ങനെ ചോദിച്ചാൽ നമുക്കെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും മഹിമ പറയുന്നുണ്ട്, എനിക്കിതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ പോയി ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ മഹിമ വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മഹിമ വന്ന് കയറുമ്പോൾ തന്നെ വർഷയെന്ന് ഭയങ്കര ഉറക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വർഷ വരുമ്പോൾ തന്നെ ചോദിക്കുന്നത്, മമ്മീനെ കാണാൻ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്താ മമ്മി വേഗം ഇങ്ങനെ വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ നിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കും, നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനും വർഷയ്ക്കും കാര്യം എന്താണെന്ന് മനസ്സിലാകാൻ നിൽക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ കൂടെ പറഞ്ഞിട്ടില്ലേ ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് വിട്ടത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ടെറസിൻ്റെ മുകളിൽ കടന്ന കാര്യങ്ങളൊന്നും തന്നെ മഹിമ അപ്പോഴും പറയുന്നില്ല കേട്ടോ. തൻ്റെ മകളെ ഇവിടെ കടത്തി കഷ്ടപ്പെടുത്തുകയാണെന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര കാര്യമാണ്. ചന്ദ്ര മഹിമ വന്നോ, മഹിമ ഇരിക്കുക എന്നൊക്കെ ഭയങ്കര സ്നേഹത്തോട് സംസാരിക്കുമ്പോഴത്തേക്കും മഹിമ തട്ടിക്കയറി തന്നെ ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ കാര്യം എന്താണെന്ന് ആ ഒരു സമയത്ത് മഹിമ പറയുന്നില്ല. പിന്നീട് ശ്രുതിയൊക്കെ വരുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ മഹിമ ബിഹേവ് ചെയ്യുന്നത്. അവസാനം ചന്ദ്ര രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്തെങ്കിലും വർഷയോടായിട്ട് പറഞ്ഞോ, എന്തുകൊണ്ടാണ് ഈ മഹിമ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് പറയുമ്പോൾ, എനിക്കറിയില്ല അമ്മേ, വന്നപ്പോൾ തന്നെ ഇതേ രീതിക്കാണ് ആൻറ്റി പ്രതികരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് വർഷ ചോദിക്കുകയാണ്, അമ്മ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, ആർക്കും ഇവിടെ തന്നെ ഒരു കാര്യങ്ങളും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ ടെൻറ്റ് കെട്ടി ടെറസിൻ്റെ മുകളിലല്ലേ കടന്നത്, ഇവിടെ റൂമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, മഹിമ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും മഹിമ വേഗം പറയുന്നുണ്ട്, അതെ ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ നടുക്കാണ് കിടക്കുന്നത് എനിക്കറിയാം എന്നൊക്കെ രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി നിൽക്കുന്നതെന്നാൽ മഹിമ കാണുന്നില്ല. മഹിമ വീണ്ടും നമ്മുടെ രവിനെ പറ്റിയും ആ കുടുംബത്തെ പറ്റിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾ ദാരിദ്ര്യത്തിന് നടുക്കാണ് താമസിക്കുന്നത്, ഈ വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടി നിങ്ങളുടെ കെട്ടിയൻ രവി എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വന്നിരുന്നു, കാല് പിടിച്ചു എന്നൊക്കെ രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഇതൊന്നും കിട്ടും ഉണ്ടായിരിക്കാൻ പറ്റുന്നില്ല. സച്ചി അപ്പം തന്നെ പറയുന്നത്, നിർത്തിക്കോളിന് ഞങ്ങളുടെ സംസാരം, നിങ്ങൾ എന്താ പറഞ്ഞത്, എൻ്റെ അച്ഛൻ നിങ്ങളുടെ കാല് പിടിച്ചെന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്ര പറയും, എടാ സച്ചി നീ മിണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ, ഇതൊക്കെ ആയിട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ സച്ചി അല്ലാതാവണം,
പിന്നെ എൻ്റെ അച്ഛൻ നിങ്ങളുടെ കാല് പിടിക്കാനും നിങ്ങളുടെ തറവാട് വക സ്വത്തൊന്നുമല്ല ചോദിച്ചത്, എൻ്റെ അച്ഛൻ അവകാശപ്പെട്ട തുകയാണ്. പിന്നെ നിങ്ങളിവിടെ കടന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറയണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മഹിമ ഒരു ഡയലോഗ് കൂടെ പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നുണ്ട്, പെര കെട്ടുന്നതിന് മുന്നേ ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് അറിഞ്ഞ ആളായിരിക്കും നിങ്ങളതിന് 3 പെറ്റ് വരുമെന്ന്. അതിൽ അല്ലാതെ നിങ്ങൾ 3 കൂടുതൽ പൂറ് പഴുതേനെ എന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് മഹിമ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സച്ചി മഹിമയോട് സംസാരിക്കുന്നതിനിടയിൽ ഈ ഒരു ഡയലോഗ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വലിയ പെരയിൽ 5-6 മുറിയുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എൻ്റെ ഒരെണ്ണത്തിന് മാത്രം നിർത്തിയത്, ഒരു 5 പെറ്റ് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴത്തേക്കും മഹിമയാകെ നാണം കിട്ടി നിൽക്കുകയാണ് കേട്ടോ, ഒന്നും മിണ്ടാനാകാതെ. പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി സച്ചിനെ മാറ്റി നിർത്തിട്ട് സച്ചിയേട്ടാ മിണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. എന്നാൽ സച്ചി മിണ്ടായിരിക്കുന്നില്ല. അവസാനം മഹിമ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ചട്ടമ്പീനെ പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ ഈ വീട്ടിലേക്ക് വിടാനായിട്ട് പേടിച്ചിരുന്നത്, എനിക്കിനി എൻ്റെ മോളെ ഇവിടെ നിർത്താനാവില്ല എന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ആരെപ്പറ്റി പറയുന്നത്, സച്ചേട്ടനെ പറ്റി, ഇനി മേലെ സച്ചേട്ടനെ റൗഡിയാണെന്ന രീതിക്ക് സംസാരിക്കരുതെന്ന് രേവതി പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിന്നോട് ആരാ മിണ്ടാനായിട്ട്, മിണ്ടായിരിക്കട്ടെ രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ വായടപ്പിക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഹിമ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കുടുംബത്തിൽ എനിക്ക് എൻ്റെ മോളെയും കൂട്ടി നിൽക്കാൻ പറ്റില്ല, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാനിരുന്ന സമയത്താണ് നമ്മുടെ രവി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രശ്നം എന്താണെന്ന് തിരക്കുന്ന സമയത്ത് ഇങ്ങനെ വർഷയുടെ ടെൻറ്റ് കെട്ടി ടെറസിൻ്റെ മുകളിൽ കടത്തി എന്നൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ രവി വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് മഹിമ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മഹിമ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. മഹിമ പറയുകയാണ്, ഞാനിവിടെ വന്ന് ആകെ നാണം കിട്ടു, എനിക്കിനി ഇവിടെ നിൽക്കാനാവില്ല, ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയും, ആ പൊക്കോ, ദേ നിങ്ങളുടെ മോളെയും മരുമോനെ കൂട്ടിക്കൊണ്ട് പൊക്കോ, എടാ ശ്രീകാരനെ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പൊക്കോളം പറയാണ്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്കുക, ഒരമ്മയുടെ ദുഃഖമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്, സ്വന്തം മോൾ ടെറസിൽ കടന്നു പറഞ്ഞാൽ ഒരമ്മയ്ക്ക് സഹിക്കാനാവില്ല എന്നൊക്കെ രവി പറയുന്നുണ്ട്. ഈ സമയത്ത് രേവതി പറയും, അച്ഛ ഇവരെന്താ എന്ത് രീതിക്ക് സംസാരിച്ചതെന്ന് അറിയാവോ, സച്ചേട്ടന് എന്തുകൊണ്ടാണ് പ്രതികരിച്ചതെന്ന് അറിയാവോ എന്ന് ഇവിടെ ചന്ദ്ര പറയുന്നുണ്ട്. രേവതി നീ മിണ്ടായിരിക്കും, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തണുത്തിരിക്കുകയാണ്, ഇനി ഇത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. സച്ചി നീ മഹിമയോട് പറഞ്ഞ തെറ്റുകൾക്കെല്ലാം തന്നെ ക്ഷമ പറയും എന്ന് നമ്മുടെ രവി പറയുമ്പോഴത്തേക്കും ഇവിടെ വന്ന് മഹിമ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെയാണല്ലോ അച്ഛൻ തങ്ങളോട് ക്ഷമ പറയാനായിട്ട് ആവശ്യപ്പെട്ടത് എന്ന രീതിക്ക് രവിയെ നോക്കുന്ന സച്ചിയും രേവതിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.